ഇന്നൊരു കിടിലൻ പച്ചമാങ്ങ മോരുകറിയായല്ലോ. ചോറിനെ ഈ ഒരു സാധനം മാത്രം മതി. ഇതിനു വേണ്ടി ഞാനിവിടെ 2 പച്ചമാങ്ങ മുറിച്ചതും അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് തൈരാണ്. ഒരു മൺചട്ടിയിൽ മുറിച്ച് വെച്ച പച്ചമാങ്ങയും നീളത്തിലരിഞ്ഞ പച്ചമുളകും പച്ചമാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചമാങ്ങ നന്നായി വെന്ത് വരണം. നമ്മൾ കേരളക്കാർക്ക് ഓണമൊക്കെ വരുമല്ലേ, ഈ കറിയും കൂടി നിങ്ങളൊന്ന് സദ്യയിൽ കൂട്ടി നോക്ക്. ഒഴിച്ചു കറിക്ക് ബെസ്റ്റാണ് ഇത് കേട്ടോ. മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ചു നോക്കാം. അയവ, നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരിളം ചൂട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച് 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം മൺചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അധികം കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. വറ്റൽമുളക് ഇടുന്നതിൻ്റെ ഷോട്ട് എടുക്കാൻ മറന്നുപോയി. 1 വറ്റൽമുളക് ചേർത്തേക്കണേ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച 3 ചെറിയുള്ളി ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത്രയും രുചിയിൽ ഞാനിതുവരെ ഒരു പച്ചമാങ്ങ കറി കഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണേക്കാൾ കുറഞ്ഞ് മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ മുളക് പൊടിയും ചേർത്ത്, കൂടാതെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതുമാത്രമല്ല, വളരെ രുചിയോറുന്ന ഒരു കറിയും കൂടിയാണ്. പൊടികളുടെ പച്ചമണെല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെ മോര് കറിയിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തലേന്ന് വെച്ച് വെക്കുകയാണെങ്കിലില്ലേ, പിറ്റേ ദിവസം കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി.